കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ ലൈബ്രറി പൂർവ്വ വിദ്യാർത്ഥികളുടെ പിന്തുണയിൽ ഡിജിറ്റലാക്കുന്നു. ഇതിന്റെ ഭാഗമായി കരട് രേഖാ സമർപ്പണം നടത്തി ധനസമാഹരണത്തിന് തുടക്കം കുറിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. സ്കൂളിന്റെ പുരോഗതിക്കായുള്ള എല്ലാത്തരം പ്രവർത്തനങ്ങൾക്കും പരിപൂർണ പിന്തുണ നൽകുന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹായത്തോടെയാണ് കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ ലൈബ്രറിയെ ഡിജിറ്റലാക്കുന്നത്. 10 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രയോജനപ്പെടുന്ന രീതിയിലായിരിക്കും പുസ്തകശാലയുടെ ആധുനികവൽക്കരണം. ഈ മാസം അവസാനത്തോടെ തന്നെ ഇതിന്റെ പ്രവൃത്തികളെല്ലാം പൂർത്തീകരിച്ച് അടുത്ത വർഷം ആദ്യവാരത്തിൽ തന്നെ ഉദ്ഘാടനം നടത്താനാണ് ലക്ഷ്യം. ഇതിനെല്ലാം തുടക്കം കുറിച്ചുകൊണ്ടാണ് തിങ്കളാഴ്ച പദ്ധതിയുടെ കരട് രേഖ സമർപ്പിച്ചതും ധനസമാഹരണത്തിന് തുടക്കം കുറിച്ചതും. ഉദ്യമത്തിന് വലിയ ഊർജ്ജം പകർന്നുകൊണ്ട് 1991 മുതൽ ഇവിടെ നിന്നും 12ാം തരം പഠിച്ചിറങ്ങിയവരുടെ കൂട്ടായ്മയായ 30 ഒപ്പരം 4,71,902 രൂപ സംഭാവന നൽകി. കൂടാതെ 1974 SSLC ബാച്ചും തങ്ങളുടെ വകയായുള്ള തുക അധികൃതരെ ഏൽപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ടീച്ചർ സ്കൂൾ മാനേജർ വേണുഗോപാലൻ നമ്പ്യാർക്ക് കൈമാറിക്കൊണ്ട് കരട് രേഖ സമർപ്പണം നിർവഹിച്ചു. നമ്മുടെ സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം പുതിയ തലമുറയിലെ വിദ്യാർത്ഥികളെ, പുതിയ തലമുറയിലെ കുട്ടികളെ വായനാശീലത്തിലേക്കൊക്കെ കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകത ഏറ്റവും വർദ്ധിച്ചു വരുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. സ്കൂൾ ലൈബ്രറികളൊക്കെ തന്നെ അതുപോലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ്. കാരണം പല തിന്മകളും നമുക്കറിയാം, സൈബർ ക്രൈമുകളുടെ അതുപോലെ തന്നെ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിന്റെ ഒക്കെ ഇരകളായിട്ട് ധാരാളം കുട്ടികൾ മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. അപ്പുകുട്ടൻ അധ്യക്ഷനായി. പ്രധാനാധ്യാപകൻ വിനോദ് കുമാർ ബേലത്ത്, മുൻ പ്രിൻസിപ്പൽ VV അനിത, പ്രിൻസിപ്പൽ ഇൻചാർജ് N. സന്തോഷ് കുമാർ, HK ദാമോദരൻ, PP കുഞ്ഞികൃഷ്ണൻ നായർ, M. ശ്രീദേവി, ജയന്തി ജയരാജ് എന്നിവർ സംസാരിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി M. പുരുഷോത്തമൻ സ്വാഗതവും P. ശോഭ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.